ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഒരു പട്ടി വെട്ടി കിടക്കുന്നുണ്ടോ? ആണ് എന്റെ മുറി. ലക്ഷന്റെ സാധനം. ഇത് വേറൊരു അവശിഷ്ടം നിക്കട്. ഇതിന്റെ അടിയിൽ ഒരു പട്ടി വെട്ടി കിടക്കുന്നുണ്ട്. ഹാംസ്റ്ററിന്റെ കൂട്. ഗൈസ് കൊറേ നാളായിട്ട് വിചാരിക്കുന്നു നമ്മുടെ വീടിന്റെ ഹോം ടൂർ നടത്തണം അല്ലേ? ഗൈസ് അപ്പുന്റെ വീട് ഇതല്ല കേട്ടോ, അപ്പുന്റെ വീട് വേറെ അപ്പറയാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന വീടാണ് ഗൈസ്. ഇവിടെ ഫുള്ള് പണി നടക്കാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, കാരണം ഞാൻ കാണിക്കാന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം ട്രാൻസിഷൻ വീഡിയോ ഇടണം അല്ലേ? അപ്പോ വലിയ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ പണി നടക്കണതും അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് കാണിക്കുന്ന വീഡിയോ വരും. അപ്പൊ ഗൈസ് ഇപ്പൊ ഫുള്ള് പണിയാണ്. വീട് എന്ന് പറഞ്ഞാൽ പിന്നെ പണിന്ന് വെച്ചാൽ വീട് റിനോവേഷൻ ആണ്. അതായത് വീട് പൊളിച്ച് പുനർചക്രമാണോ അങ്ങനെ എന്നിട്ട് എന്താ ഉദ്ദേശിക്കണേ ഗൈസ്? ഇവനൊരു ഇച്ചിരി ലൂസാണ്. ഗൈസ് എന്താന്ന് വെച്ചാൽ റിനോവേഷൻ ആണ്. അതായത് വീടിന്റെ പകുതി പൊളിച്ചിട്ട് കുറച്ചും കൂടി വലിയതായിട്ട് വീട് പണിയാണ്. അപ്പൊ ഞാൻ ഫുള്ള് വീട് കാണിച്ചു തരാം. അപ്പൊ അതെങ്ങനെയാണ് പണിതെന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. കിച്ചൺ ഇതാണ്. ഫുള്ള് പൊടിയാണ്. ഇത് കണ്ടോ കണ്ടോ, നിറച്ചും പൊടിയാണ്. ഇവിടെ അപ്പൊ എന്തോ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. അടിയിലൊരു പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഷൂ കേട്ടോ. ഇവിടെ ഒരു പടമൊക്കെ വരച്ചത് കണ്ടോ 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 കേട്ടോ. ഇപ്പൊ ഇതാണ് കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ സാധനങ്ങള് ഗൈസ് ഒരുത്തർ ഒളിഞ്ഞു നിൽക്കണം, അപ്പൊ ഇതാണ് കിച്ചൺ. അപ്പൊ ഇവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാവിലെ ഉള്ളതൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. കാരണം ഇവിടെ നിറച്ചും പൊടിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം. അത് ക്ലോക്കൊക്കെ കണ്ടില്ലേ എന്തോരം പൊടിയാ, നിറച്ചും പൊടിയെന്നത് കാണിച്ചു കേട്ടോ. കണ്ട പൊടിയാണ്, പൊടിയുടെ മേളാണ്. ടൈല് പണി, പെയിന്റിങ്, അങ്ങനെ കുറെ പണിയുണ്ട്. പിന്നെ വീട് സീലിംഗ് വർക്ക് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ. കാരണം പിന്നെ പുട്ടിയൊക്കെ വന്നപ്പോ ഉണ്ടല്ലോ നിറച്ചും പൊടിയാണ്. ഗൈസ് കാണിച്ചു തരേണ്ടത്. ശരി. ഇപ്പൊ ഫർണിച്ചർ ഒന്നും ഇല്ലാത്തോണ്ട് ഗൈസ് ഭായിമാരൊക്കെ അവിടെ ഒന്ന് പണിതോണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരത്. ഇവിടെ സാധനങ്ങള് ഇതൊക്കെ. ഇവിടെ നേരത്തെ എന്താ നോക്കിയതിപ്പോ എങ്ങനെ കാണിക്കാം. ഗൈസ് ഇവിടെ നേരത്തെ ഒരു ഇവിടെ ഒരു പാടുണ്ടോ? ഇവിടെ ഒരു ഡോറിന്റെ പാടുണ്ടോ? ഇവിടെ ഒരു ഡോറായിരുന്നു. ഇത് ബാത്റൂമായിരുന്നു. അവിടെ വാഷ് ബേസിൻ, ഇവിടെ ബാത്റൂം, പിന്നെ ഇവിടെ ഒരു ആർച്ചായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ഒരു ആർച്ചായിരുന്നു. ആ ആർച്ച് പൊളിച്ചിട്ട് ഇവിടെ വേറൊരു സാധനം കയറ്റി ഇത് കയറ്റി ഉണ്ടാക്കി വെച്ചാണ്. ഇവിടെ ഇനി ലൈറ്റാണ് ഗൈസ്. ഇതാണ് എന്റെ മുറി. ഇതാണ്. നേരത്തെ ഇത് എന്റെ മുറി അല്ലായിരുന്നു. കണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോ ഒച്ച വ്യത്യാസം കണ്ടോ? സാധനങ്ങളുള്ളതുകൊണ്ട് ഇപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ മുറി. ഇപ്പൊ ഇവിടെ സാധനങ്ങൾ കയറ്റി വെച്ചാണ്. ഇപ്പൊ ടൈല് പണി കേട്ടോ. ഇവിടെ ചവിട്ടിട്ടപ്പോ ഇപ്പൊ ചെയ്ത് വെച്ച് ഇപ്പൊ ഒട്ടിച്ചു വെച്ചോളൂ. ഇതാണ് ബാത്റൂം. നേരത്തെ ഇവിടെയാണ് ബാത്റൂമിന്റെ ഡോറ്. പിന്നെ വേറെ അതെ ഈ മുറി എങ്ങനെയാന്ന് വെച്ചാ, മുറി ഇപ്പൊ ഈ സൈഡ് അപ്പ് നിക്കണ സൈഡിൽ നിന്ന് അറിഞ്ഞില്ല, വിത്തിയായിരുന്നു. ഇവിടെയായിരുന്നു ഡോറ്. അപ്പൊ നിക്കണോടത്ത് ഡോറായിരുന്നു. ഇല്ല ആ പുട്ടിയൊക്കെ ഇട്ട് ആ പാടൊക്കെ പോയി. ഇപ്പൊ ഇവിടെ ഫുൾ ക്ലോസ്. പിന്നെ അതെ ഈ മുറിയാണെങ്കിൽ അതെ അവിടെ വരെ ആ ഭിത്തിയുടെ അവിടെ വരെയാണ് മുറി ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മള് വർക്ക് ഏരിയ ഇത് വർക്ക് ഏരിയയുടെ ഭാഗമായിരുന്നു. ഈ മുറി അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. അപ്പൊ നമ്മളിത് പിന്നെ ബെഡ്റൂമിൽ ടൈലൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. സീലിംഗ് വർക്കൊക്കെ കഴിഞ്ഞു. ഒരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. നീ കണ്ടിട്ടുണ്ടോ? എങ്ങനെ? ഇത് ഭിത്തിയുടെ ഉള്ളിലാണ് ഈ സാധനം വന്നത്. ഇവിടെ കുറച്ച് എന്തോ ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പണിയാതെ ഗൈസ്. ഇതാരാന്നറിയോ? സഹദ് നാണാണ് ഗൈസ്. സഹദ് ചിരിച്ചതാതെ നാളാണ് ഗൈസ്. ഇതാണ് വീട്. ഇനി അപ്പുറം ഞാൻ കാണിച്ചു തരാം. അതെ ഗൈസ്. പിന്നെ സീലിങ്ങിന്റെ അവിടെ എന്താണല്ലോ അവിടെ ഒരു ഹോള് ഉണ്ടോ, അവിടെ ആയിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലറല്ല, ഒരു ബീം വെച്ചിട്ടുണ്ട് സപ്പോർട്ടിന്. നേരത്തെ എങ്ങനെയൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ പൊളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ ആയിട്ട് ഇപ്പൊ ഇനി ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസൻ,
ഇവിടെ അല്ല ടി വി എന്നത്. ഇവിടെ ഇനി ഇവിടെ ഒരു സെപ്പറേഷൻ വരും. ഇത് കണ്ടോ, ഇവിടെ ആയിട്ടൊരു സെപ്പറേഷൻ വരും. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരും. അവിടെയാണ് ടി വി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലിവിങ് ഏരിയ അല്ല, ആ ഇവിടെ ഇരുന്ന് ടി വി കാണും, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഫുഡ് കഴിക്കും. അങ്ങനെയാണ് ഈ ഭായിമാരൊക്കെ പോണ കൈസ്. കണ്ടോ ഭയ്യ ഒരു ഹായ് വരാ, ഹായാ ആ ഗൈസ്. ഇപ്പോഴാണ് ഒരു റൂം കാണിച്ചു കേട്ടോ. അത് ഇവിടെയാണ് ഞാൻ കിടക്കണല്ല, ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയി കിടക്കണേ. ലൈറ്റ് ഇട്ടോ ഗൈസ്, ഇവിടെയാണ് കിടക്കണത്. നോക്കിട്ടോ, ഇവിടെ നിറച്ചും പൊടി. എങ്ങനെ വന്നാലും ഫുൾ പൊടി എന്ന് പറഞ്ഞാൽ ഫുൾ പൊടി, നിറച്ചും പൊടിയാ. എനിക്ക് ഇവിടെ കിടന്നിട്ട് പനി പിടിച്ചു. അതുകൊണ്ട് പൊടി അടിച്ചിട്ട് പനി തുമ്മലൊക്കെ വന്ന് ആകെ. ഇതാണ് ടി വി. അയ്യോ ലാപ്ടോപ്പൊക്കെ എന്തേ, ലാപ്ടോപ്പ് ഇരിക്കണുണ്ടോ? ഞാൻ പൊടി പിടിച്ചത് നാക്കി 1 ലക്ഷം രൂപയുടെ സാധനം EMI മേടിച്ചതാ. ആ ഇടയ്ക്കൊക്കെ ഓർക്കും, പിന്നെ വേണ്ടാതെ ഇരിക്കും. ഗൈസ് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. അല്ല ഇനി ഇതല്ല, അല്ല എനിക്ക് മുറിയല്ല, ഇനി കിച്ചൺ കാണിച്ചിട്ട്. ഓ എന്തൊരു ലൈറ്റടാ. പിടിക്ക്. എന്നിട്ട് ഗൈസ് ഇതാർന്ന് കിച്ചൺ. എടാ നീ അതവിടെ വെക്കി, കാണാൻ പറ്റില്ല ക്യാമറയില്. അവിടെ വെക്കി. ആ ഗൈസ് ഇതാണ് കിച്ചൺ. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഭിത്തി, ഒരു വലിയൊരു ഭിത്തി. ആ ഇവിടെ പാചകങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ വേറൊരു ഇത്. ഇവിടെ ഫ്രിഡ്ജ്, ഇവിടെയും പാത്രം കഴുകാനുണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഫുള്ള് മാറ്റി ഇപ്പൊ ഒരു വലിയൊരു, ഇപ്പൊ ഞാൻ കാണിച്ചാൽ കോർണറിൽ നിന്ന് കാണിച്ചാൽ കണ്ടോ, ഇപ്പൊ ഒരു വലിയൊരു റൂമാണ്. അല്ലേ, വലിയൊരു കിച്ചൺ ആയിട്ടുണ്ട്. ആ ഇവിടെ ഒരു ജനൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, പിന്നെ ഇവിടെ ഒരു, ഇവിടെയൊക്കെ സീലിംഗ് ചെയ്ത്. ഇനി ഇവിടെ ഈ സീലിംഗ് അത് കളയുന്നില്ല. ആ ഇതൊരു വർക്ക് ഏരിയ ആയിരുന്നു. അത് വേറൊരു ഇതായിരുന്നു. പക്ഷെ അതായിരുന്നു നല്ലതല്ലേ, എനിക്കത് ഇഷ്ടം. കാരണം ലൈറ്റ്, നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ലൈറ്റ് ഒന്നുമില്ല, ഇപ്പൊ ഈ ഇരുണ്ടിരിക്കണത്. ആ ഇവിടെ ഗൈസ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാറുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ റൂം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പുറം റൂമിന്റെ പകുതി ഇല്ലായിരുന്ന, ആ പകുതിയിലേക്ക് കേറാറുണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, ആ ബാത്റൂം ഇല്ലാതാക്കി. പിന്നെ ഇവിടെ എന്താ, ഇവിടെ ഒരു സിങ്കും ഇതും. ഇനി ഇതവിടെ വരും. ഇതേ പുറകുവശമൊക്കെ കാണിച്ചു തരാം. നോക്കിട്ടോ എന്തോരം വേസ്റ്റ് കിടക്കണെന്ന് പറയോ. ഇതൊക്കെ നിറച്ചും വേസ്റ്റാ. നോക്കിട്ടോ, ആ അതന്നെ ഫുൾ അവശിഷ്ടങ്ങൾ ഇത് ഇവിടെ കിടക്കണം. അല്ലേ, ഇത് വേറൊരു അവശിഷ്ടം നിക്കട്. ദൂരം അറിയാം. ഇതൊക്കെ ഇനി ആരെങ്കിലും വിളിച്ചു കൊണ്ടോണം. അല്ല എന്തോന്നും മിണ്ടാത്ത. പിന്നെ ഞങ്ങള് കുറച്ച് PVC ഒക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അതന്നെ PVC ഒക്കെ പറക്കി വെച്ചിട്ടുണ്ട്, ഇത് കൊണ്ടുപോയി വിൽക്കാൻ. എത്ര കിട്ടാവോ? എടാ ടൈല് കുത്തിക്കയറി ചാവരുതിട്ടാ. എടാ അത് പൊട്ടിക്കരുതിട്ട, ചെലപ്പോ ആവശ്യം വരും. അവിടെ കുറച്ച് ഇതിനൊക്കെ. ആ പിന്നെ എന്തോരം കമ്പി കിടക്കണെന്നൊക്കെ. ഇത് ഗൈസ് ഇതിന്റെ അടിയിൽ ഒരു പട്ടി വെറ്റി കിടക്കുന്നുണ്ട്. അത് കാണിച്ചു തരാട്ടാ കേട്ടോ. പട്ടി കടിച്ചിട്ട് എന്നെ പറയരുത് കേട്ടോ. ശരി ഗൈസ്, അവിടെ ഒരു പട്ടി വെട്ടി കിടക്കുന്നുണ്ടോ. എനിക്ക് അതിന്റെ അടുത്തേക്ക് പോവാൻ പേടിയാ. അതുകൊണ്ട് ഞാൻ പൊള്ള സ്ഥലത്ത് പോകണ്ടോ. എനിക്ക് ഇഷ്ടമല്ല പട്ടീനൊന്നും. അപ്പൊ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. ആ അത് തന്നെ, പുറത്തത്തെ ഒരു കിച്ചണായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളിവിടെ കുക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഏത് വീഡിയോ? ആ ഓ ശരി. മറ്റെന്താ റോക്കറ്റ് അടുപ്പോ, അങ്ങനത്തെ ഒരു സാധനം. ഓ അവിടെ ചെറുതേ ഇവിടെ ആയിരുന്നു. അത് ശരിയായിരുന്നു. കുറെ ദൂരെ കെമിക്കലായിരുന്നു അറിയാ. ഞാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് H2SO4. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലല്ലോ, അതിനെന്താ H2SO4 ലാക്റ്റിക് അല്ല. H2SO4 എന്താ H2SO4. ആ അത് കരി ഓടിച്ച എന്താ പറയാ ഗൈസ്, H2SO4 ആ സാധനം.
ഹൈഡ്രോ എന്ത് സാധനം നീ പഠിക്കുന്നില്ലേ 9ാം ക്ലാസ്സില്? ഇപ്പൊ പഠിക്കണേ അത് നമ്മളെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും മിസ്യൂസ് ചെയ്തോണ്ടല്ലോ എന്റെ തലയിൽ വരും. കാരണം എന്റെ ID ഒക്കെ കൊടുത്താണ് ഞാൻ മേടിച്ചേക്കണത്. അത് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. അതുകൊണ്ട് ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഹാംസ്റ്റർ ഒക്കെ ഡെഡായി പോയി ഗൈസ്. ഇത് ഹാംസ്റ്ററിന്റെ കൂട്. ഓ ഭാഗ്യം, പക്ഷെ ഭാഗ്യല്ല, സോറി, ഒരിക്കലും ഭാഗ്യം എന്നല്ല, പാവം ഹാംസ്റ്റർ. നല്ല ചെറിയ ഹാംസ്റ്റർ ആയിരുന്നു. അടുപ്പ് ഇതൊക്കെ ഇനി ഇതൊക്കെ ഫുള്ള് പൊട്ടിച്ച് സ്ഥലം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഭാഗത്തേക്കോ അല്ലെ ആസിഡ് പേരെന്താ പറഞ്ഞു പോയില്ല? ഹൈഡ്രോ ഗൈസ് നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യട്ടെ. ആ HTSO4 ആണ്. സൾഫ്യൂരിക് ആസിഡ്. നീ പഠിക്കണല്ലേ? മിണ്ടാതെ ഇരുന്നോ ഗൈസ്. പിന്നെ ഞങ്ങള് ബാത്റൂം ഇതാ ഒരു ബാത്റൂമാണ്. ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇത് ടൈലായി ഇന്ന് ഇട്ടുള്ളൂ ടൈല്. എക്കോ അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഹോം. ഒരു കിച്ചൺ, 3 ബാത്റൂം, പിന്നെ ഒരു ഹാള്, ഇവിടെ ഒരു ഹാള്, എന്തിലാവട്ടെ, ഒരു ലിവിംഗ് റൂം, ഡൈനിങ് ഏരിയ, പിന്നെ വേറൊരു ഇത്, പിന്നെ വേറൊരു റൂം, പിന്നെ വേറൊരു ബാത്റൂം. ഇവിടെ നിറച്ചും ബാത്റൂം, 3 ബാത്റൂം അല്ലേ ശരിക്കും. ശരിയാ. ഇവിടെ പോവാണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിൽ പോണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ബാത്റൂം ഉണ്ട്. ഇപ്പൊ ഈ മുറിയിലേക്ക് കയറി ബാത്റൂമിൽ പോണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ബാത്റൂം ഉണ്ട്. അതൊക്കെ ഉള്ളു. ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. വാതിലടച്ചു. എടുത്തെടുത്ത് ഇത് ഒറ്റയ്ക്ക് എടുക്കോ? ഇത് സച്ചിന്റെ ഒറ്റയ്ക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇല്ലേ സൂക്ഷിച്ചെടുക്കേണ്ട സാധനമാണ്. ഇതെങ്ങനെ ആദ്യം ഇതെടുത്ത് മാറ്റി. ആദ്യം ഇതെന്ത് സാധനം? ഇത് മറ്റേ ഫ്ലഷ് ടാങ്ക് അല്ലേ? ഇനി ഇതെടുക്കാം. അടി പിടിക്കാ. ഇവിടെ മോളിൽ പിടിച്ച പൊട്ടോ? അടി പിടിക്ക. അടിയില് ഇവിടെ അല്ല, അപ്പറ. ഓക്കെ പിടിച്ചാ. ഓക്കെ. ഇവിടെ സൈഡിൽ മുട്ട. കറക്റ്റ് സമയത്ത് വാതില വെച്ച് പൊടിയൊക്കെ അടിച്ച് ചുമ പിടിച്ചു. അപ്പൊ ഗൈസ് ചുമ വന്നതാ പ്രശ്നം ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ ഒന്നും മനസ്സിലാവില്ല എന്നറിയാം. കാരണം ഫുള്ള് ഒന്നും അത് തന്നെ എല്ലാം പകുതി വെച്ചെടുക്കാണ്. അപ്പൊ ഗൈസ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് അപ്പൊ ഇനി എന്തുള്ള ഇതൊന്നുമില്ല. ബൈ ടാറ്റ. ചിറ്റി ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക്. അപ്പൊ ഗൈസ് ടാറ്റ.